ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരും കേട്ടോ. ശ്രുതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ രേവതി അന്ന് ഊരി കൊടുത്തല്ലോ, ആ സ്വർണ്ണം എടുത്തിട്ട് കബോർഡിൽ നിന്ന് പോകുന്ന സമയത്താണ് രവി അത് കാണുന്നത്. എന്താ ഇത് ചന്ദ്രേ, നീ എല്ലാവരും ഭയങ്കരമായിട്ട് പഠിപ്പിക്കുന്ന ആളാണല്ലോ, എന്നിട്ട് നീ തന്നെ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി വിചാരിക്കുന്നത് ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്നത് മനസ്സിലാക്കിയിട്ടാണ് രവി ഇങ്ങനെ പറയുന്നതെന്നാണ്. അത് ഞാൻ ശ്രുതിക്ക് വേണ്ടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിനക്ക് ആ കബോർഡ് ഒന്ന് അടച്ചിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണെ. ഈ സ്വർണ്ണം എടുത്തിട്ട് കബോർഡ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രമതി മറന്നു പോവാണ് ആ ടെൻഷനിൽ. അതിനെ കുറിച്ചാണ് കേട്ടോ രവി പറയുന്നത്. ഓ അതല്ലേ, അത് ഞാൻ അടച്ചോളാം എന്നുള്ള കാര്യം പറഞ്ഞ് ചന്ദ്രമതി പോയിട്ട് അടയ്ക്കുന്നുണ്ട്. കബോർഡ് തുറന്നിട്ട് പോകും. പിന്നെ അതിനകത്ത് പാറ്റയും പല്ലിയും ഒക്കെ കയറി എന്ന് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് കിടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നൊക്കെ ചന്ദ്രയുടെ അടുത്ത് രവി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള രീതിയിൽ അങ്ങനെ പോകുന്ന സമയത്ത് ഇതെന്താന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് എന്റെ ഒരു ജാക്കറ്റാണ്, അത് അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സുധിയുടെ കയ്യിൽ കൊടുത്തു വിടാന്ന് വിചാരിച്ചു എന്ന് പറയുകയാണെ. ആരുടെ കയ്യിൽ? സുധിയുടെയോ? അവൻ ഇതൊക്കെ കൊണ്ടുപോയിട്ട് തയ്ക്കാനൊക്കെ കൊടുക്കോ? ടൈലർ ഷോപ്പിലൊക്കെ പോകുന്നത് അവന് വലിയ അഭിമാന പ്രശ്നമായിരിക്കും. നീ ഇത് ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ കവർ രവി മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും അതിന്റെ ഒന്നും ആവശ്യമില്ല, അവൻ അതുവഴിയാ പോകുന്നത്, അവൻ കൊടുത്തോളാം എന്നുള്ള കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണേ. അത് കഴിഞ്ഞ് പുറത്തുനിന്ന് ഇങ്ങനെ നിന്നിട്ട് സച്ചി കാറ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി മീൻ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. മീനൊക്കെ മേടിച്ച് തിരികെ വരുമ്പോൾ കാർ കഴുകുന്ന സച്ചിയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ എന്താ നിനക്ക് മനസ്സിലായില്ലേ, എന്റെ കാർ ഞാൻ ശുദ്ധിയാക്കാണ്. അത് മനസ്സിലായി, നിങ്ങളടുത്ത് ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടല്ലേ പോയത്. അത് രേവതി, ഞാൻ കുറച്ചു നേരമൊക്കെ കിടന്നു നോക്കി, പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അതല്ല എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ സുധി എങ്ങനെയാണ് പാർക്കിലൊക്കെ പകലൊക്കെ കിടന്നിട്ട് ഇമാതിരി ഉറക്കം ഉറങ്ങുന്നത്? പകല് ജോലി രാത്രി ഉറക്കം, അത് മാത്രമേ നമുക്ക് സെറ്റ് ആവുള്ളൂ. അല്ല നിനക്ക് മീൻ കിട്ടിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ മീൻ കിട്ടി. ഇത് സാധാരണയായിട്ട് എന്നും കിട്ടുന്ന മീനല്ല, സ്പെഷ്യൽ മീനാണ്. എന്തായാലും സച്ചേട്ടന്റെ ഭാഗ്യം കൊണ്ടാണ് ഇന്ന് ഇത് കിട്ടിയെന്നുള്ള കാര്യം പറയുമ്പോ ഓ അപ്പൊ ഇത് സാധാരണ മീനല്ല, മരുന്ന് മീനാണല്ലേ? അതെ അതെ, എന്തായാലും ഇത് കറി വെച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരവേദനയും ഒക്കെ മാറിക്കോളും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാൻ എന്തായാലും വേഗം ചെന്ന് കറി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോഴേക്കും സച്ചി പുറകെ ഓടുവാണ്. അല്ല രേവതി, ഈ മീൻ വന്നത് വെള്ളത്തിൽ നിന്നല്ലേ? പിന്നെ വെള്ളത്തിൽ നിന്നല്ലാതെ വാനത്തിൽ നിന്ന് കുതിച്ചു വരും മീൻ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രേവതി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ മീൻ വന്നത് വെള്ളത്തിൽ നിന്ന് നമ്മൾ പിടിച്ചിട്ട് കവറിലാക്കി അത് കറി വെച്ചിട്ട് നമ്മൾ കഴിക്കും. കഴിച്ചിട്ട് എന്റെ വയറ്റിൽ പോകുന്ന സമയത്ത് ഞാനും കുറച്ച് വെള്ളം ഒടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലും കുറച്ച് വെള്ളം എത്തുള്ളൂ, മീനും നേരെ വെള്ളത്തിലേക്ക് തന്നെ ചെന്ന് ചാടും. അപ്പൊ മീനിന് ചെറിയൊരു ആത്മസംതൃപ്തി ഒക്കെ കിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കുടത്തിൽ കുറച്ച് ഉപ്പുവെള്ളം കലക്കി തരാം, അത് നിങ്ങൾ കുടിച്ചോളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്തിനെന്ന് ചോദിക്കുമ്പോൾ അല്ല മീന് ഉപ്പുവെള്ളത്തിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ നിങ്ങൾ ഉപ്പുവെള്ളം കുടിച്ചാൽ മാത്രല്ലേ മീന് ഉള്ളിൽ ചെന്നിട്ട് ആത്മസംതൃപ്തി കിട്ടുള്ളൂ. ഒരുപാട് നാളായിട്ട് ഉപ്പുവെള്ളത്തിൽ ജീവിച്ചതല്ലേ, ഇനി കുറച്ച് പുതിയ വെള്ളത്തിൽ കിടന്നോട്ടെ. നീ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് വരാ എന്നുള്ള കാര്യം പറയുന്നുണ്ട് സച്ചി. മീനിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളം ഒടിക്കാനുള്ള പദ്ധതിയാണല്ലേ? ശരി, എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാനൊന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോഴേക്കും അയ്യോ രേവതി പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുവാണേ. സച്ചി പുറകെ വരുന്നതുകൊണ്ട് തന്നെ രേവതിയും മുന്നിൽ ഓടി പോകുന്നുണ്ട്. ഓടി പോകുന്ന സമയത്താണ് ചന്ദ്രമതി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. രേവതി ചെന്നിട്ട് ചന്ദ്രമതിയെ ഇടിക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെ കയ്യിലുള്ള സ്വർണം താഴെ വീഴുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിയുടെ കയ്യിലുള്ള മീനും താഴെ വീഴുന്നുണ്ട്. രണ്ടുപേരും ഓരോ കവർ വീതം എടുക്കുന്നുണ്ട്. എന്നിട്ട് രേവതിയുടെ അടുത്ത് ചന്ദ്ര ചോദിക്കുന്നത് നിങ്ങൾ എന്താ 7 വയസ്സായ കുഞ്ഞുങ്ങളാണെന്നാണോ വിചാരം, ഓടിക്കളിക്കാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അതെന്താ ചെറിയ പിള്ളേർക്ക് മാത്രമേ ഓടിക്കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അവള് അറിയാതെയല്ലേ നിങ്ങൾ ഇടിച്ചത്, അതിനിപ്പോ ഇത്ര ചൂടാവേണ്ട കാര്യം എന്താണ്? അതിന് മറുപടി ഒന്നും കൊടുക്കാതെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് നീ പോയിട്ട് നിന്റെ ജോലി നോക്കടി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. സച്ചി രേവതിയും ഉള്ളിലേക്ക് കയറി പോവാണ്. അത് കഴിഞ്ഞ് ചന്ദ്രമതി പുറത്തൊക്കെ നോക്കുന്നുണ്ട്, സുധിയെ കാണുന്നില്ല. ഗേറ്റിന്റെ പുറത്ത് വരെ ചെന്ന് നോക്കുന്നുണ്ട്. ഇവനിത് എവിടെ പോയി എന്നുള്ള കാര്യം ഇങ്ങനെ നോക്കുമ്പോഴാണ് പുറകു സുധി അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഒരു സ്ഥലത്ത് സച്ചിയും രേവതിയും ആരും കാണരുത് വെച്ചിട്ട് മറിഞ്ഞിരിക്കുകയായിരുന്നു. അമ്മ എന്താ ഇത്രയും നേരം എടുത്തത്? എത്ര നേരമായി അമ്മ ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് എന്നുള്ള കാര്യം പറയുമ്പോ നിന്റെ അച്ഛൻ അപ്പോഴേക്കും വന്നടാ, ഒരു വിധത്തില് അങ്ങനെ കണ്ണു വെട്ടിച്ചിട്ട് വേണ്ടേ സാധനം എടുത്തോണ്ട് വരാൻ എന്ന് പറഞ്ഞിട്ട് ആ കവറ് സുധിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണേ. ഈ കാര്യത്തെ കുറിച്ച് പുറത്തഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രണ്ടുപേരുടെയും മാനം പോകും. നീ ശ്രുതിയുടെ മുമ്പിൽ നാണം കരുതെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇതിന് കൂട്ടു നിൽക്കുന്നത്. നീ വേഗം പോയിട്ട് ഇത് പണയം വെച്ചിട്ട് എത്രയാണോ കിട്ടുമെന്ന് വെച്ചാൽ അത് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ടേ. താങ്ക്സ് അമ്മ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആ താങ്ക്സ് പറയേണ്ട സമയം തന്നെയാണ്. നീ എത്രയും വേഗം തന്നെ കൊണ്ടുപോയിട്ട് പണയം വെക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, പരിചയമില്ലാത്ത കടയിൽ കൊണ്ടുപോയിട്ട് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുന്നു പറയുന്നുണ്ട്. ആ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ആ കവറും മേടിച്ചിട്ട് സുധി അവിടുന്ന് പോവാണ്. ചന്ദ്രമതി ആകെ ടെൻഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. അതേസമയം സച്ചി രേവതിയും കൂടി ഒരുമിച്ച് ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് രേവതി അച്ഛന്റെ അടുത്ത് ഈ കുടിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചി തടഞ്ഞു നിർത്തിയിട്ട് ഇല്ല അച്ഛ, ഈ മീന് രേവതി കടലിലെ വെള്ളത്തിൽ നിന്നാണല്ലോ എടുത്തോണ്ട് വന്നത്, ആ മീന് കറി വെക്കണോ അതോ വറക്കണോ
വറക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛനടുത്ത് ചോദിക്കാൻ വേണ്ടി വന്ന എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് പറയരുതെന്ന് മറ്റുള്ള ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതേ അച്ഛ, വറക്കണോ അതോ കറി വെക്കണോ എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. രേവതി, നീ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്, അതുകൊണ്ട് നീ കുറച്ച് വറക്കുകയും അതുപോലെ കുറച്ച് കറി വെക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് രേവതി പറയുന്നുണ്ട്. അത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, അച്ഛൻ കറക്റ്റ് ഒരു തീരുമാനം പറഞ്ഞു തന്നത്, രണ്ടും ഒരുപോലെ സമാസമമാക്കിയിട്ട് പ്രശ്നം തീർത്തു തന്നു, ഇതാണ് എന്റെ അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ആണെന്നുണ്ടെങ്കിൽ ശരി ശരി, എന്തായാലും സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് കറി ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് രേവതി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് രവി ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ മീൻ മേടിക്കാനൊക്കെ അവളെ പറഞ്ഞു വിട്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അതച്ചാ വേറൊന്നും കൊണ്ടല്ല, എന്റെ കൈക്കും കാലിനൊക്കെ വേദനയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോ മീനും കറി വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് രേവതിയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് മീൻ മേടിച്ചിട്ട് വന്നത്. അത് ശരി തന്നെയാണ്, എന്തായാലും നീ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ഉടനെ തന്നെ രേവതിക്ക് അരികിലേക്ക് രേവതി എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. ഇതുവരെ ഞാൻ മീനിന്റെ കവർ തുറന്നു പോലും നോക്കിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ നിങ്ങൾ മീനിനെ വെള്ളത്തിൽ പിടിച്ചിട്ടുള്ള പരിപാടിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അയ്യോ രേവതി നീയൊന്ന് മെല്ലെ പറയാ, അച്ഛൻ കേൾക്കും. ഓ ആണല്ലേ, നിങ്ങൾ ഇതാ ഇപ്പൊ പോയിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരാം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് എങ്ങനെയാന്നുള്ള കാര്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി വീണ്ടും അച്ഛന്റെ അരികിലേക്ക് ചെല്ലുവാണേ. പക്ഷെ വേണ്ട വേണ്ട രേവതി, നീ അച്ഛന്റെ അടുത്ത് പറയരുത്. അതെന്താന്ന് രേവതി ചോദിക്കുമ്പോൾ, നമ്മൾ പുറത്തു പോയിട്ട് കുടിച്ചിട്ട് വരുന്ന സമയത്തെ നമ്മൾ കുടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മറ്റുള്ളവർ മനസ്സിലാവും, എന്നാൽ കുടിക്കാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് അതത്ര മര്യാദയുള്ള ഒരു കാര്യമല്ല. ഓഹോ, ഈ കാര്യത്തിന് മര്യാദയൊക്കെ ഉണ്ടല്ലേ. അത് രേവതി, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുന്ന സമയത്ത് കുടിച്ചിട്ട് വരുന്ന ആളെന്ന് പറയുന്നാൽ കുടിയൻ എന്നാണ്, എന്നാൽ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോയിട്ട് കുടിച്ചിട്ട് വരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കുടിയനാണെന്നുള്ള കാര്യം പറയണേ. നമ്മൾ ഒരിക്കലും രണ്ടാമത്തെ കാറ്റഗറിയിൽ വരാനേ പാടില്ല, അത് നമ്മുടെ അഭിമാന പ്രശ്നമാണെന്നൊക്കെ പറയണേ. പിന്നെ ഈ കുടിക്കുന്ന ആൾക്കാണല്ലോ ഭയങ്കര അഭിമാനം, ചുമ്മാ വെറുതെ ഓരോന്ന് പറയുന്നു. എന്തായാലും ഇതുപോലത്തെ പണിയൊക്കെ ഇനിയും ഒപ്പിക്കാന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കണ്ട, ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയണേ. ശരി, ഞാൻ എന്തായാലും പോയിട്ട് കാറ് തുടക്കട്ടെ, എവിടെയും പോകുന്നില്ല, പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശരി എന്ന് പറയണേ രേവതി. അങ്ങനെ സച്ചി പുറത്തേക്കും രേവതി എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് റൂമിലേക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ചന്ദ്രമതി ഉള്ളിലേക്ക് കയറി വരുന്നത്. ഈ സ്തുതി കാരണം മനുഷ്യന്റെ സമാധാനം പോകും, ഈ കാര്യം എങ്ങാനും ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തല പോകുന്ന കേസ് കേട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയാണ് അടുക്കളയിലേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ. അടുക്കളയിൽ ചെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് നമ്മുടെ രേവതി മീനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ച ആ കവറ് ചന്ദ്രമതി ശ്രദ്ധിക്കുന്നത്. അല്ല, ഇതെന്താ സുധിക്ക് ഞാൻ കൊടുത്തുവിട്ട അതേ കവർ തന്നെയാണല്ലോ, ഇത് എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള കാര്യം നോക്കിക്കൊണ്ട് ആ കവർ തുറന്നു നോക്കുന്ന സമയത്ത് ഒരു ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നുള്ള പേരാണല്ലോ നമ്മുടെ രവിന്റെ അടുത്ത് പറഞ്ഞത്. എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലാണ് ആഭരണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ചന്ദ്രമതി അത് എടുത്തു നോക്കുന്ന സമയത്ത് സുധി കൊണ്ടുപോയിരിക്കുന്നത് മീനിന്റെ കവറും നമ്മുടെ രേവതിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഈ സ്വർണത്തിന്റെ കവറുമാണ്. ഭാഗ്യത്തിന് രേവതി അത് ഓപ്പൺ ചെയ്ത് നോക്കിയില്ല കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ഒരു നിമിഷം ആലോചിച്ച് നോക്കുന്ന സമയത്ത് രേവതി കയറി വരുന്ന സമയത്ത് ചന്ദ്രമതിയെ തട്ടിയല്ലോ, ആ സമയത്ത് കവർ മാറിപ്പോയതാന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അപ്പോ സ്വർണ്ണം എവിടെയുണ്ട്, സുധി എടുത്തോണ്ട് പോയത് എന്താന്നുള്ള കാര്യമാണ് ചന്ദ്ര ചിന്തിക്കുന്നത്. തുടർന്ന് നമ്മുടെ സുധിയാണ് കാണിക്കുന്നത്. സുധി സ്വർണം കൊടുക്കാൻ വേണ്ടിട്ട് ആ കടയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരാള് സ്വർണം കൊടുത്തിട്ട് പണം മേടിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ തന്നതിന് ഇത്രേ പണം കിട്ടുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, നീ അരപ്പവന്റെ സ്വർണ്ണല്ലേ തന്നത്, അപ്പോ ഇത്രയും നിനക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യം തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ എന്തൊരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോഴേക്കും സുധിയും പറയുന്നുണ്ട്, ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ എന്തോ ഒരു ചീത്ത സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും കടക്കാരൻ പറയുന്നത്, അവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരാറുണ്ട്, അപ്പോൾ ചിലപ്പോൾ മീനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ തിന്നാറുണ്ട്, അതിന്റെ സ്മെല്ലായിരിക്കും എന്ന് പറയാണ്. പക്ഷെ അവിടെ ഒന്നും പൂച്ചക്കുട്ടിയെ നോക്കിയിട്ട് കാണുന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത കസ്റ്റമറെ വിളിക്കുന്നത് പോലെ സുധിയെ വിളിക്കുവാണ്. എന്നിട്ട് എന്താ ആവശ്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, സർ എനിക്ക് പണത്തിന് അത്യാവശ്യമുണ്ട്, സ്വർണം പണയം വെച്ചിട്ട് പണം തരണം എന്നുള്ള കാര്യം പറയണേ. 4 ലക്ഷം രൂപയാണ് ആവശ്യമുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. കവർ നിറയെ സ്വർണ്ണമാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതെ സർ, വളയും അതുപോലെ തന്നെ ചെയിനൊക്കെ ഉണ്ട്. എന്നാൽ ശരി തരൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ കവർ നിട്ടുമ്പോഴേക്കും ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ മണം വരുന്നതെന്നുള്ള കാര്യം അയാൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ കവറിന്ന മണം വരുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾ സ്വർണ്ണം ഇവിടെ ഇടും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സുധിയാണെന്നുണ്ടെങ്കിൽ മീൻ എടുത്തിട്ട് ടേബിളിലേക്ക് അങ്ങ് ഇടുവാണ് കേട്ടോ. സുധി പൂച്ചയല്ല, ഇയാളാണ് ഇവിടെ മൊത്തം നാറ്റിച്ചെന്നുള്ള കാര്യം മറ്റൊരാൾ ആള് പറയാണ്. ആ മീൻ അവിടെ വീണ സമയത്ത് നമ്മുടെ സുധിക്ക് കാര്യം മനസ്സിലാവുന്നില്ലേ, ഈ സ്വർണ്ണം ഇപ്പൊ എവിടെ പോയി എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ സുധി. തുടർന്ന് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ മീനിന്റെ കവർ കാണുന്നില്ല. അയ്യോ, ഞാൻ ഇവിടെ വെച്ച മീനിന്റെ കവർ എവിടെ പോയി എന്നുള്ള കാര്യം ചിന്തിക്കുകയാണ് രേവതി. അത് കഴിഞ്ഞ് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, അമ്മ ഞാൻ മീൻ മേടിച്ച കവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണുന്നില്ല എന്ന് പറയണേ. അമ്മ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മീനിന്റെ കവറൊന്നും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ സുധിയെ വിളിച്ചിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്ര, കിട്ടുന്നില്ല. തുടർന്ന് രവിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ മീൻ കാണുന്നില്ലേ? ഇല്ല അച്ഛൻ, ഞാൻ അവിടെ കവർ വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി പൂച്ച എങ്ങാനും എടുത്തോണ്ട് പോയോ എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുമ്പോൾ,
പൂച്ച എന്താ കവറോട് കൂടിയിട്ടാണോ മീൻ എടുത്തോണ്ട് പോകുന്നത് രവി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പൂച്ചയും പുലിയൊന്നുമല്ല, ദാ കവർ ഇവിടെ ഉണ്ട്. അമ്മ എന്തിനാണ് ഇത് കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് തരൂ, ഞാനിത് ഉണ്ടാക്കട്ടെ, സമയമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ആ കവർ പുറകിലേക്ക് പിടിച്ചിട്ട് ഇതിൽ മീനൊന്നും അല്ല എന്ന് പറയാണേ. അല്ല ചന്ദ്ര, നീ എന്താ പച്ചമീൻ കഴിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രവി. നിങ്ങളെന്താ ആളെ കളിയാക്കുകയാണോ? ഈ കവറിനകത്ത് എന്റെ ജാക്കറ്റാണ്. അല്ല, നിന്റെ ജാക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് സുതി കൊണ്ടുപോയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കവർ മാറിപ്പോയി. ഇവള് വന്നിട്ട് എന്നെ ഇടിച്ച സമയത്ത് മീനുള്ള കവറാണ് സുതി കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. സുതിക്ക് അതുപോലെ ശരിക്കും നോക്കാൻ അറിയില്ല എന്നുള്ള കാര്യം രവി ചോദിക്കും. അവൻ എന്ത് ചെയ്യാനാ? ഇവളല്ലേ എന്റെ മേൽ വന്ന് ഇടിച്ചിട്ട് കവർ മാറ്റിയത്. അങ്ങനെ ഇവരുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, മീൻ മേടിച്ച കവറ് നിങ്ങൾ ഏട്ടൻ മാറി എടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം. ആര്? അവനോ? അവൻ വേണമെന്നുണ്ടെങ്കിൽ ആ മീൻ കൊണ്ടുപോയിട്ട് വേറെ വിലക്ക് വിട്ടിട്ട് അതും കാശാക്കി കളയുന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതുപോലും അവന് ശരിക്കും നോക്കി എടുത്തോണ്ട് പോകാൻ അറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നിന്റെ ഭാര്യയാണ് മാറ്റി എടുത്തോണ്ട് വന്നത്. അപ്പൊ ഈ കവറിൽ എന്താ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അത് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണെന്ന് പറയുന്നുണ്ട്. ഓ, അത് നമ്മുടെ ആ ചേച്ചിയുടെ കടയിലല്ലേ കൊടുക്കേണ്ടത്, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി മേടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അത് വേണ്ട വേണ്ട, സുതി വന്ന് കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതി എന്നിട്ട് ഇങ്ങനെ മാറ്റി പിടിക്കുന്നുണ്ട്. പക്ഷെ സച്ചിക്ക് അപ്പോഴും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അവൻ മീൻ വിറ്റിട്ട് കാശും കൊണ്ട് പോയിട്ടുണ്ടാകും, അവനെ ഒന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. നിങ്ങളെ കവർ താ, അതൊന്നും വേണ്ട, അവൻ വരുന്നുള്ള കാര്യം പറയുന്നുണ്ട് ചന്ദ്ര. സുതി ജോലിക്ക് വേണ്ടിയിട്ട് ആ വഴിയെ പോയി കാണും. എന്തായാലും നീ സച്ചിയുടെ അടുത്ത് ആ തുണി കൊടുക്ക്, അവൻ ആ തുണി തയ്ക്കാൻ കൊടുത്തിട്ട് മീൻ മേടിച്ചിട്ട് വരുന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. അപ്പോഴേക്കും ഓടി പിടച്ചിട്ട് സുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് സച്ചി ആണെങ്കിൽ താ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കാൻ വേണ്ടി നോക്കുവാണ്. ഇത് പിടിച്ചു വലിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി വിട് വിട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അത് കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, നിനക്കതങ്ങ് കൊടുത്താൽ പോരെ, അതിനകത്ത് എന്താ തങ്കോ വൈരോ വല്ലതോ ആണോ ഉള്ളത്, കൊടുക്ക് ചന്ദ്ര എന്ന് പറയുന്നുണ്ടെങ്കിലും വേണ്ട, സുതി വരും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും പിടിമലിയും കണ്ടുകൊണ്ടാണ് സുതി അങ്ങോട്ടേക്ക് വരുന്നത്. സുതി അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ദാ സുതി വന്നു എന്ന് പറഞ്ഞിട്ട് ആ കവറും പിടിച്ചിട്ട് നേരെ ചന്ദ്ര സുതിക്ക് അരികിലേക്ക് ഓടുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാടാ ചെയ്തു വെച്ചിരിക്കുന്നത്? നീയൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യമാണോ ഉള്ളത്? ഇപ്പൊ പറ്റിക്കപ്പെട്ട് നിൽക്കുകയല്ലേ? അപ്പോഴേക്കും രവീൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല സുതി എന്നുള്ള കാര്യം. ഇല്ല അച്ഛ, അത് അറിയാതെ അച്ഛ ഞാൻ കാശ് കൊടുത്ത് സാധനം മേടിച്ചെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രനാണെങ്കിൽ ഡാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. നിങ്ങൾ എന്തിനാ രവിയേട്ട ഇവരെ ചീത്ത വിളിക്കുന്നത്? അവൻ അറിയാതെ മീന്റെ കവർ മാറ്റിയെടുത്തോണ്ട് പോയി. ഈ കവറിലാണ് ഉള്ളത്, കവറിൽ എന്താന്നുള്ള കാര്യം ആർക്കും അറിയില്ല എന്നുള്ള കാര്യം പറയണേ. സുതിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ആരും കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കേട്ടോ. അത് കേൾക്കുമ്പോൾ സുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ ശരി അമ്മേ, കവറ് മാറിപ്പോയതാണ്, ഇതിനകത്ത് മീനാ ഉള്ളതെന്ന് പറയാണേ. എന്ത് ചെയ്യാനാ, ഇവള് മാറ്റി എടുത്തോണ്ട് വന്നതാണ്. എന്നാ നിന്റെ മീൻ നീ പോയിട്ട് കറി വെക്കാനുള്ള പണി നോക്കേ എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതിന്റെ പുറകെ തന്നെ സച്ചിയും പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് രവി ചോദിക്കുന്നുണ്ട്, വീണ്ടും എന്തിനാ അവന്റെ കയ്യിൽ കൊടുക്കുന്നത്, അവന് പോയിട്ട് കട നോക്കണ്ടേ? ഞാനും പോയി കൊടുത്തോളാം എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. പക്ഷെ വേണ്ട അച്ഛാ, ഞാൻ പോകുന്ന അവിടെയാണല്ലോ കടയുള്ളത്, ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അമ്മ എല്ലാം ശരിയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം ശരിയാടാ, 4 വരില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി അത് കേട്ടിട്ട് എന്താടാ 4 എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. 4 മീറ്റർ തുണിയാണ്, ശരിയാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് കടയിൽ ചോദിച്ചിട്ടുണ്ടാവും. അതൊക്കെ ശരിയാകും, ഞാൻ ആളെന്ന് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്, നീ കൊണ്ടുപോയിട്ട് കൊടുക്കെന്ന് പറയണേ. ശരി അമ്മേ, ഞാൻ വെച്ചിട്ട് വരാം. വെക്കാൻ പോവാണെന്നോ? അല്ല, തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരുമ്പോ വാങ്ങിട്ട് വരാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സുതി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നീ ചുമ്മാ ഓരോന്ന് പറയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സുതി അവിടെ നൈസായിട്ട് എസ്കേപ്പ് ആവുകയാണേ. സുതി പോയി കഴിഞ്ഞ ശേഷം ഹാവു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിർവധി തിരിഞ്ഞു നോക്കുമ്പോൾ രേവതിയും അതുപോലെ സച്ചിയൊക്കെ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. രേവതി, നീ എന്താണ് ചുമ്മാ നോക്കി നിൽക്കുന്നത്, പോയി കറി വെക്കാൻ വേണ്ടി നോക്കി എന്ന് പറയുമ്പോഴേക്ക് രവി പറയുന്നുണ്ട്, അവൾക്ക് എന്താ കറി ഉണ്ടാക്കാൻ അറിയില്ലേ, ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ സച്ചിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. ചന്ദ്രമതിയുടെ ആ ഒരു നിപ്പും ആലോചനയും എല്ലാം കണ്ടിട്ട് സച്ചി ഇങ്ങനെ നോക്കുന്നത് ചന്ദ്രമതി ശ്രദ്ധിക്കുന്നില്ല. അമ്മയും മോനും എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ സച്ചിക്ക് മനസ്സിലായ നിപ്പ് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. തുടർന്ന് സുധി വീണ്ടും പണയം വെക്കാൻ വേണ്ടിയിട്ട് ആ കടയിലേക്ക് പോകുന്നുണ്ട്. സുധിയെ കണ്ടോടനെ തന്നെ അവരുള്ള ആൾക്കാരൊക്കെ സ്പ്രേ അടിക്കുന്നുണ്ട്. നീ കാരണം ഇവിടെ ഇന്ന് ഈ കടയുടെ ഭാഗത്തേക്ക് പോലും ഒരാൾ പോലും വന്നില്ല, ഇന്നൊരു ദിവസം കടയ്ക്ക് ലീവ് ഇടണം എന്നുള്ള കാര്യം തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്വർണ്ണം നിങ്ങൾ പണയം വെച്ചതിന് ശേഷം കടയ്ക്ക് ലീവ് കൊടുത്തോളൂ എന്നാണ് സുധി പറയുന്നത്. ഇപ്പോ കവർ മാറിയിട്ട് കൊണ്ടുവന്നതായിരുന്നു, സ്വർണ്ണമായിട്ട് ഞാൻ വന്നെന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ കയ്യിലെടുത്ത് കാണിക്കൂ എന്ന് പറയാണ്. അങ്ങനെ കയ്യിൽ സ്വർണ്ണം എടുത്ത് കാണിക്കുമ്പോൾ അവർ തട്ടിൽ വെച്ചോളാൻ വേണ്ടി പറയുന്നുണ്ട്. തട്ടിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിലുള്ള എല്ലാ സ്വർണ്ണത്തിന്റെയും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. സ്വർണം നോക്കിയതിനു ശേഷം അയാൾ ചോദിക്കുന്നുണ്ട്, എത്ര രൂപ വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്? 4 ലക്ഷം. ഈ സ്വർണത്തിന് ഒരിക്കലും 4 ലക്ഷം രൂപ കിട്ടില്ല. അപ്പോൾ എത്ര കിട്ടുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ 2,10,000 രൂപ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപയും കൂടി തരാം, ബില്ല് ഇടട്ടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അയ്യോ സർ, എനിക്ക് 4 ലക്ഷം രൂപ ഉടനെ തന്നെ വേണം, പണയം വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അപ്പോഴും
ശ്രുതി പറയുന്നത് എനിക്ക് 4 ലക്ഷം രൂപ തന്നെ വേണം, എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ചെയ്തു താ. പണയം വെച്ചാൽ കിട്ടുന്ന പണത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഈ സ്വർണം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ മുന്നും പിന്നും നോക്കാതെ ഞാൻ തരാം എന്നുള്ള കാര്യം ആ കടക്കാരൻ പറയുകയാണേ. ഇത് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ 4 ലക്ഷം രൂപ കിട്ടുമോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിറ്റ ഉടനെ തന്നെ 4 ലക്ഷം രൂപ തരാ എന്ന് പറയണേ. അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശരി സാർ ഞാൻ വിൽക്കുകയാണ്, 4 ലക്ഷം രൂപ തരാൻ വേണ്ടി പറയുന്നുണ്ട്. ചന്ദ്രമതി പണയം വെക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണം കൊടുത്തത്, എന്നാ അത് വിറ്റു കിട്ടോ ശ്രുതി. തുടർന്ന് വീണ്ടും വീട്ടിലാണ്. ചന്ദ്രമതി ആകെ ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പൊക്കെയാണ്. അതേസമയം നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം വിളമ്പാൻ വേണ്ടി പോവാണ്. അതിന്റെ സ്മെല്ല് സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. അതേസമയം വർഷയും പറയുന്നുണ്ട് ചേച്ചി ഇന്ന് കുക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ഇന്ന് ഗംഭീര ട്രീറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ചമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേ ടേസ്റ്റിൽ കറി ഉണ്ടാക്കുന്നത് രേവതി എന്നുള്ള കാര്യം പറയുമ്പോൾ അതേ രേവതി ഉണ്ടാക്കുന്ന കറി ശരിക്കും നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന അതേ ഒരു ഫീൽ ആണെന്നുള്ള കാര്യം രവിയും പറയുന്നുണ്ട്. അപ്പോ അങ്കിളെ ആന്റി കറി വെക്കാറില്ലേ മീൻകറി എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ ചോദിക്കുമ്പോ ആര് അമ്മയോ വെക്കും, പക്ഷെ കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം സച്ചി കളിയാക്കുന്ന രീതി പറയണേ. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെന്താ ഞാൻ കറി വെച്ചിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലേ, എന്തോ ഇവന്റെ ഭാര്യ ഈ നാട്ടിൽ ആരും ഉണ്ടാക്കാത്തത് പോലെയാണല്ലോ മീൻകറി ഉണ്ടാക്കുന്ന വർത്താനാണല്ലോ നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട് അവൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ, നീ എന്തിനാ ചന്ദ്രയെ കാര്യമാക്കുന്നത്, വാ വന്നിട്ട് കഴിക്കാൻ വേണ്ടി നോക്ക്. ശ്രുതി ഇപ്പോഴല്ലേ വന്നുള്ളൂ, അവള് റെഡി ആയിട്ട് വരട്ടെ എന്നാണ് ചന്ദ്ര പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ. തുടർന്ന് നമ്മുടെ വർഷ പറയുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് നിൽക്കുമായിരുന്നു, എന്തായാലും മീൻകറിയുടെ വാസന ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ മീൻ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്, ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. രേവതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും പിന്നെ ഇവള് വലിയ ഡോക്ടർ അല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേരെഴുതിയിട്ട് മുന്നിൽ ഒട്ടിച്ചിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ വേണ്ടി പറയുന്നൊക്കെ ചന്ദ്രമതി രേവതിയെ കളിയാക്കുന്ന രീതിയെ പറയാണ്. എന്നാൽ നമ്മുടെ രേവതിയെ കുറിച്ച് പറഞ്ഞത് വർഷയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ. ചേച്ചി പറഞ്ഞത് ശരി തന്നെയല്ലേ ആന്റി, ഫിഷിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്, അത് ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലേ. വർഷയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ശ്രീകാന്ത് പറയുന്നുണ്ട് അതെ അമ്മേ, നമ്മുടെ വീക്ക്ലി ഒരു ട്വൈസ് ഒക്കെ ഫിഷ് കഴിക്കുന്നത് നല്ലതാണ്. രേവതി പറഞ്ഞത് അപ്പോ ശരി തന്നെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ വെറും രേവതിയല്ല ഡോക്ടർ രേവതിയാണെന്നുള്ള കാര്യം സച്ചി പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വിക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ചന്ദ്രമതിക്ക് കണ്ടപ്പോ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ രവി പറയുന്നുണ്ട് നീ പോയിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് വാ, ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം ആ ശരി അച്ഛ എന്ന് പറയുകയാണെ. അപ്പോഴേക്കും ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ കുറച്ച് അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് എന്താ ഇടാ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. പണയം വെച്ചോ, ആ അമ്മ പണം കിട്ടി. അപ്പോഴേക്കും എടാ ബിസിനസ് മാന എന്ന് പറഞ്ഞിട്ട് സച്ചി വിളിക്കുന്നുണ്ട്. ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. പിന്നെ അവന്റെ ഒരു ഭാര്യ ഈ നാട്ടിലാരും ചെയ്യാത്ത മീൻകറിയല്ലേ ചെയ്തിരിക്കുന്നത്, ശ്രുതിയുടെ കൂട്ടിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഉള്ളിലേക്ക് കയറി ചെല്ലുവാണ്. ശ്രുതിയാണെങ്കിൽ കുറച്ച് ദേഷ്യഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തിനെന്ന് ചോദിക്കുമ്പോഴേക്കും ക്ലോസ് ചെയ്യാനല്ലേ പറഞ്ഞത്. ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്തും ശ്രുതിയുടെ മനസ്സിൽ ചിന്ത വരുന്നത് ഇവൻ ആ 4 ലക്ഷം രൂപ പറ്റിക്കപ്പെട്ടല്ലോ, അത് ശ്രുതി അറിഞ്ഞോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ഇന്നലെ ബിസിനസ്സിൽ 1 ലക്ഷം പ്രോഫിറ്റ് വന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ എന്ന് സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. ശ്രുതി ഞാൻ സത്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ എക്സ്പ്രഷൻ ഒക്കെ മാറിയിട്ട് സന്തോഷത്തോട് കൂടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുവാണ്. ഇപ്പൊ ഞാൻ എന്തൊരു ഹാപ്പിയാണെന്നുള്ള കാര്യം അറിയോ, എന്താന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അതെന്താ ശ്രുതി നീ അങ്ങനെ ചോദിക്കുന്നത്, ശ്രുതി ചെയ്തത് എത്ര വലിയ കാര്യമെന്നുള്ള കാര്യം അറിയോ, ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് 2-3 വീക്സിനുള്ളിൽ ഇത്രയും പ്രോഫിറ്റ് വന്നില്ലേ, അത് ആർക്കും കിട്ടാത്തതാണ്. വലിയ വലിയ ബിസിനസ്മാനെ കൊണ്ട് പോലും ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അതെ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്, പക്ഷേ ശ്രുതി ഭയങ്കര ഈസി ആയിട്ട് ചെയ്തു. ഞാൻ പോലും വിചാരിച്ചത് നമ്മുടെ ബിസിനസ് പിക്കപ്പ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നാളെടുക്കുമെന്നും അതിനുള്ളിൽ വലിയ പ്രോഫിറ്റ് ഒന്നും വരില്ല എന്നാണ് വിചാരിച്ചത്. എന്നാ ശ്രുതി വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ട്. ഈ ലെവലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഉറപ്പായിട്ടും അധികം വൈകാതെ മൾട്ടി മില്യണർ ആകും. അത് കേൾക്കുമ്പോ ശ്രുതി ഞാനോ എന്ന് ചോദിക്കുന്നുണ്ടേ. അതേ ശ്രുതി, ഇനി ഒരു 2 ഇയേഴ്സ് അതിനുള്ളിൽ എല്ലാം നടക്കും. ഇതിന് മാത്രം പൊക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന് ശ്രുതി പറയുമ്പോഴേക്കും ആരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു കാര്യം ചെയ്തിട്ട് ശ്രുതിക്ക് എങ്ങനെയാണ് ഇപ്പോഴും ഹംബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നത്. ശ്രുതി വളരെ ഗ്രേറ്റ് ആണെന്നൊക്കെ പറയുകയാണെ. ഇതെല്ലാം ഒരു ലെക്കാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ശ്രുതിയുടെ ലെക്കല്ല എന്നും ശ്രുതിയുടെ ഹാർഡ് വർക്ക് ആണ് എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. ഇന്ന് ഞാൻ ശ്രുതിക്ക് ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഗിഫ്റ്റോ, എന്ത് ഗിഫ്റ്റ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. ശ്രുതി ഉമ്മ കൊടുത്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ആള് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ശ്രുതി എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ അത്രയ്ക്ക് ഹാപ്പിയാണ് ശ്രുതി. ശ്രുതി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഗോവൻ ട്രിപ്പ് പോകണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് ഓക്കെ നമുക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് 1 ലക്ഷം റുപ്പീസ് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് ശ്രുതി വെച്ചു കൊടുക്കുവാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
സുധി എത്രത്തോളം ബുദ്ധിശാലിയാണ് എന്നുള്ള കാര്യം ഇന്ന് പ്രൂവ് ചെയ്തു. സുധിയെ കുറിച്ചിട്ട് എപ്പോഴും കളിയാക്കി സംസാരിക്കുന്ന ആൾക്കാർക്ക് സുധി ആരാണെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലാകും. സച്ചി സുധിയെ എന്തോരം കളിയാക്കി സംസാരിക്കുന്നു. ഇപ്പോ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവനെ ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോവാണ്. ശ്രുതിയുടെ പോക്ക് കാണുമ്പോഴേക്ക് സുധിക്കാണെങ്കിൽ ടെൻഷൻ ആവാണ്. അവന്റെ ഭാര്യയുടെ സ്വർണം വിറ്റിട്ടാണ് ഈ പണം കൊണ്ടുവന്നെന്നുള്ള കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്റെ തല കൊഴിയല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്തിങ്ങനെ നിൽക്കുവാണ്. സുധി ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുധി എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്, വാ സുധി എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. അതിനൊന്നും ആവശ്യമില്ല, പക്ഷെ നീ ആരാണെന്നുള്ള കാര്യം ഇപ്പൊ അവനെ അറിയണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി കൂട്ടിക്കൊണ്ട്